എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില സ്പഞ്ച് കേക്കാണ്. ഈ കേക്ക് ഞാൻ ഓവനിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, പ്രഷർ കുക്കറിലാണ്. ഇതിനു മുൻപും ഞാൻ പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ കേക്ക് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല, ഹാൻഡ് വിസ്ക് കൊണ്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഓവനും ഇലക്ട്രിക് ബീറ്ററും ഒന്നും ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഓവനിൽ ഉണ്ടാക്കി എടുക്കുന്നത് പോലെ നല്ല ഒരു കേക്ക് നമുക്ക് പ്രഷർ കുക്കറിലും തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിത് പ്രഷർ കുക്കറിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കുക്കർ പ്രീഹീറ്റ് ചെയ്യണം. കുക്കർ പ്രീഹീറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുൻപും കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നും എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് ഇടുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു കുക്കർ എടുക്കണം. കുക്കർ എടുത്തിട്ട് ഇത് കണ്ടോ, ഞാനിവിടെ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഞാൻ ഇതിനു മുൻപ് യൂസ് ചെയ്ത സോൾട്ടാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്തെടുക്കുമ്പോഴേക്ക് സോൾട്ടിന് നിറം മാറും. അപ്പോൾ എനിക്ക് അത്രയും സോൾട്ട് പോരാത്തത് കൊണ്ടാണ് കുറച്ച് പുതിയ സോൾട്ടും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പം നമുക്ക് ഈ സോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ടിന്നിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ സോൾട്ട് അല്ലേ, അതുകൊണ്ട് തന്നെ അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വളരെ ക്വാളിറ്റി കൂടിയ സോൾട്ടൊന്നും എടുക്കണം എന്നില്ല. ക്വാളിറ്റി കുറഞ്ഞുള്ള സോൾട്ട് നമ്മൾ ഇതിനായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ സോൾട്ട് ഏകദേശം ഇതൊരു 2 കപ്പ് വരും. അത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇത് തണുത്തിട്ട് നമ്മളൊരു ടിന്നിലാക്കി എടുത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഈ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുക്കറിന്റെ വാഷർ നമ്മൾ ഊരത്തില്ല, വാഷർ ഇതിൽ തന്നെ വെച്ചിരിക്കും. പക്ഷെ നമ്മൾ വെയിറ്റ് ഇടത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇത് പ്രീഹീറ്റ് ആകുന്ന നേരം കൊണ്ടാണ് നമ്മൾ കേക്ക് മിക്സ് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് ട്രേ ആണ്. ഇതിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അത് ഏത് വേണമെങ്കിലും നമ്മൾക്ക് ഈ കുക്കറിനുള്ളിൽ കയറുന്ന പാത്രമാണെങ്കിൽ അതിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു മുൻപ് കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന കാണിച്ചപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്ന്. കുഴപ്പമില്ല, കുറച്ച് സ്റ്റീലിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകും. ഇപ്പം അലുമിനിയം ഇതുമാതിരിയത്തെ ഒരു ബേക്കിംഗ് ടിൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുക്കറിനുള്ളിൽ കയറത്തക്ക പാത്രമാണോ ബേക്കിംഗ് ട്രേ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാവൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ എടുത്ത് ഒഴിച്ച ശേഷം എടുത്ത് വെക്കാൻ നോക്കുമ്പോൾ അത് പാകം അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇത് ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ കേക്ക് ടിന്നിൻ്റെ എല്ലാ വശത്തും ബട്ടർ വരത്തക്ക രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ കേക്ക് വേണമെങ്കിലും തയ്യാറാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ സൈഡെല്ലാം ബട്ടർ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ബട്ടർ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതിനു മുൻപ് കാണിച്ചതിൽ ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേക്ക് ടിന്നിൽ ബട്ടർ ഞാൻ നല്ലതുപോലെ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദാമാവ് ഇട്ടിട്ട് എല്ലായിടവും ഒന്ന് തട്ടിക്കൊടുക്കാം. അതായത് കേക്ക് അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ മൈദാമാവ് എടുത്ത് മാറ്റിക്കളയും. ഇനി എക്സസ് ആയിട്ടുള്ള ഈ മൈദാമാവ് ഇതിൽ നിന്ന് മാറ്റാം. കേക്ക് ടിന്ന് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതായത് ആദ്യം ബട്ടർ ബ്രഷ് ചെയ്തു, അതിനുശേഷം മൈദാമാവ് തട്ടിയിട്ട് എല്ലായിടവും ഒന്ന് ചുറ്റിച്ചെടുത്തു. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേക്ക് ടിൻ. ഇനി നമുക്ക് കേക്കിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായാലും മുട്ട എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇടുമ്പം പൊങ്ങി വരുവാണെങ്കിൽ
ആ മുട്ട ഉപയോഗിക്കരുത്, അത് ചീത്ത മുട്ടയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ താഴെ കിടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മുട്ടയാണ്. നല്ല മുട്ട ആകുമ്പോഴാണ് എപ്പോഴും ഇതുപോലെ കിടക്കുന്നത്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ പറയണം എന്ന് വിചാരിക്കും, വിട്ടുപോകുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ കേക്കിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വെള്ളത്തിൽ നിന്നെടുത്ത് ഒന്ന് തുടച്ചിട്ട് വേണം നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാനായിട്ട്. അത് തുടയ്ക്കണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം ബൗളിലേക്ക് വീഴാതിരിക്കാനാണ് അത് തുടച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കേക്കിൻ്റെ മിക്സിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിലേക്കുള്ള വിസ്കും ഡ്രൈ ആയിരിക്കണം. ഉപയോഗിക്കുന്ന ഏത് സാധനമാണെങ്കിലും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് സ്പൂൺ ആണെങ്കിലും ഡ്രൈ ആയിരിക്കണം, സ്പാച്ചില ആണെങ്കിലും ഡ്രൈ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഡ്രൈ ആയിരുന്നാൽ മാത്രമേ നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്ററൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ടാണ് ഞാനിത് വിസ്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്കിതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 4 മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിപ്പോൾ മുട്ട ഞാൻ 4 എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനി ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കൈകളിലാണ് ഇപ്പം മാജിക് ഇരിക്കുന്നത്. കാരണം നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു ആ കേക്ക് അത്രത്തോളം നന്നാവും. ഇതൊക്കെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. നല്ല സ്പീഡിന് ഇത് ആദ്യം നമ്മളൊക്കെ സ്ലോയിലൊന്ന് അടിച്ചു കൊടുക്കണം. അതിന് ശേഷം നല്ല സ്പീഡിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയൊന്ന് സ്പീഡ് കൂട്ടി കൊടുക്കണം. കൈ എടുക്കാതെ ഇതുപോലെ ബീറ്റ് ചെയ്യണം. നമ്മുടെ കൈക്ക് നല്ലൊരു എക്സസൈസാണ്. കണ്ടോ പതഞ്ഞു വരുന്നത്? നമ്മൾ ബീറ്റർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ മനസ്സിൽ ബീറ്റർ എങ്ങനെ യൂസ് ആക്കും എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ബീറ്ററില്ല, ഓവനില്ല എന്നൊന്നും വിചാരിച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. ഫസ്റ്റ് ഈ മുട്ട അടിക്കുന്ന ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്. അത് എത്രത്തോളം നന്നായിട്ട് അടിക്കോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ കേക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ നന്നായിട്ടിത് പതഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിവിടെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, അതായത് പഞ്ചസാര പൊടിച്ച ശേഷം 1/2 കപ്പ് അത് ഇതിലേക്ക് കുറേശ്ശെ തട്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കുക, പക്ഷേ 1/2 കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ഫ്ലഫി അല്ലേ? നമ്മൾ ഇലക്ട്രിക് ബീറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നോ അതേപോലത്തെ ഫ്ലഫ്നെസ് ഇതിന് കിട്ടും. കണ്ടോ? അതായത് ഈ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ വാനില എസൻസ് ഒഴിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ എഗ്ലെസ് കേക്കും ഇതുപോലെ കാണിക്കുന്നതാണ് കേട്ടോ. കണ്ടോ നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഓൾ പർപ്പസ് ഫ്ലോറും മൈദയും ഒന്ന് തന്നെയാണോന്ന്. അതായത് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇത് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഇതിന് മൈദ എന്ന് പറയും. അത്ര തന്നെയുള്ളൂ വ്യത്യാസം, അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊരു വ്യത്യാസമൊന്നും ഇല്ല. അപ്പം ഞാൻ ഇത് 1 കപ്പ് മെഷർ ചെയ്ത് 250 ml 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ വിസ്ക് ഉപയോഗിക്കത്തില്ല, ഒരു സ്പാച്ചില കൊണ്ടാണ് നമ്മളിത് ഇളക്കുന്നത്. കുറേശ്ശെ തട്ടി വേണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ 1 സൈഡിലേക്ക് ഇളക്കാൻ ശ്രദ്ധിക്കണം. 1 കപ്പ് മതിയാവും. ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി ഒരുമിച്ച് വേണമെങ്കിലും ഇടാം,
അതല്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം. പലർക്കും ഒരു ധാരണയുണ്ട്, എഗ് ബീറ്റർ ഇല്ലെങ്കിൽ നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഓവൻ ഇല്ലെങ്കിൽ നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് കമൻസ് വരുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമുക്കിതൊന്നും ഇല്ലെങ്കിലും നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിവിടെ എല്ലാം നല്ലതുപോലെ മിക്സായി വരുന്നുണ്ട്. കട്ട കെട്ടരുത് നമ്മളിത് ഇളക്കുമ്പം. ആദ്യം നമുക്കിതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് ഇളക്കിയ ശേഷം നമുക്ക് ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഞാൻ ഗ്യാസിൽ വെച്ച് മെൽറ്റ് ചെയ്യിച്ചിട്ട്, ഇത് നല്ലതുപോലെ തണുത്ത ബട്ടറാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് ബട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. ഈ ബട്ടർ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിവിടെ 1/2 കപ്പ് എടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പാച്ചില മാറ്റിയിട്ട് ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് എന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ് നമ്മളിപ്പം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഈ കേക്ക് മാവിൻ്റെ ഒരു പരുവം. കണ്ടോ, നമ്മളിങ്ങനെ എടുത്ത് ചുറ്റിക്കുമ്പോൾ റിബൺ മാതിരി വരും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേക്കിൻ്റെ മിക്സിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനുള്ളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. മതിയാവും. ഇനി നമുക്ക് പ്രീഹീറ്റായ പ്രഷർ കുക്കറിലേക്ക് ഈ ടിന്ന് വെച്ചു കൊടുക്കാം. പ്രഷർ കുക്കർ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഉപ്പ് ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ലെവൽ പ്ലേറ്റ് വെച്ചു കൊടുക്കും. ഡയറക്റ്റ് നല്ല ചൂട് ഈ കേക്ക് ടിന്നിലേക്ക് വരാതിരിക്കാനാണ് ഇതുപോലെ ഒരു ലെവൽ പ്ലേറ്റ് വെക്കുന്നത്. ഇത് ഈ പ്രഷർ കുക്കറിൽ തന്നെയുള്ള ലെവൽ പ്ലേറ്റ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനി കൈ പൊള്ളാതെ വളരെ കെയർഫുൾ ആയിട്ട് ഈ കേക്കിന്റെ കൂട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി പ്രഷർ കുക്കർ മൂടണം. നമ്മൾ ഈ വാഷർ ഊരത്തില്ല, വാഷർ ഇതിൽ തന്നെ വെച്ചിരിക്കും. പക്ഷെ നമ്മൾ ഇതിലേക്ക് വെയിറ്റ് യൂസ് ചെയ്യത്തില്ല, വെയിറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനി പ്രഷർ കുക്കർ മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കും. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മണിക്കൂർ, കുക്കർ ആയതുകൊണ്ടാണ് 1 മണിക്കൂർ വേണം എന്ന് പറയുന്നത്. 1 മണിക്കൂർ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. മറന്നു പോരുത്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. ഇതിപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്യാം. കാരണം നമ്മൾ വെയിറ്റ് ഇട്ടിട്ടില്ലല്ലോ. കണ്ടോ, കേക്ക് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്യൂറും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കാം. താത്തി കുത്തണം, എങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. കണ്ടോ, സ്ക്യൂറിൻ്റെ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുവാണ്. അതിൻ്റെ അർത്ഥം കേക്ക് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. കണ്ടോ, നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന അതേ കളർ തന്നെയാണ് ഈ കേക്കിന് വന്നിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി കളർ വേണമെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും മതിയാകും. കണ്ടോ, ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഹാർഡായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ ബേക്ക് ആവാൻ പാടില്ല. ഇനി ഈ കേക്ക് ടിന്ന് നമുക്ക് പുറത്തെടുക്കാം. ഉണ്ടോ, ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാവൂ. അപ്പം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കണ്ടോ, നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഉപ്പ് അതേപോലെ തന്നെ ഉണ്ട്.
ഉപ്പിനി നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഒരു ടിന്നിലാക്കി വീണ്ടും ഇത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഉപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇത് എടുക്കരുത്. ബേക്ക് ചെയ്യാൻ മാത്രമേ ഈ ഉപ്പ് ഉപയോഗിക്കാവൂ. ഈ കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. നല്ല ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കിയ കേക്കാണെന്ന് പറയേയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സോഫ്റ്റാണ്, നല്ല കളറുണ്ട്, നല്ല പെർഫെക്ഷനാണ്. കണ്ടോ, ഇതിൻ്റെ മുകൾ വശം. ഇത് നമ്മൾ കേക്ക് ടിന്നിൽ അടിവശത്തുള്ള ഭാഗമാണ്. കരിയോ ഒന്നും ചെയ്തിട്ടില്ല. കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.